ഹായ് മക്കളെ, ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി പറഞ്ഞാൽ പറയുവാണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നിട്ടുള്ളൊരു സ്ഥലമാണ്. വളരെ സിമ്പിളാണ്. ഇത് ഇത്ര ഉള്ളടാ. എടാ, നമ്മളുടെ കയ്യിൽ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. അതിൻ്റെ ഓർഡർ n/n ആണെന്ന് പറയുവാണ് ഞാൻ. അതായത് 3/3, 2/2, 5/5, 4/4 അങ്ങനെയൊക്കെ പറയുന്ന പോലെ അതിൻ്റെ ഓർഡർ n ആണെന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? ഇനി ഞാൻ ഇതിൻ്റെ അഡ്ജോയിൻറ്റ് കണ്ടുപിടിച്ചെന്ന് വിചാരിച്ചോ. എന്താണ്? ഞാൻ ഇതിൻ്റെ അഡ്ജോയിൻറ്റ് കണ്ടുപിടിച്ചു. അതായത് ആ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് കണ്ടുപിടിച്ചു. ഈ അഡ്ജോയിൻറ്റും ഈ എയും ഇവരുടെ ഡിറ്റർമിനൻ്റ് എടുത്താൽ ഇവർ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ശ്രദ്ധിച്ചോ, നമ്മൾ ഈ അഡ്ജോയിൻ്റ് എയുടെ ഡിറ്റർമിനൻ്റ് എടുത്താൽ അതെന്ന് പറയുന്നത് നമ്മൾ ഈ എയുടെ ഡിറ്റർമിനൻ്റ് ഇല്ലേ, എയുടെ ഡിറ്റർമിനൻ്റ് ഇല്ലേ, അതിൻ്റെ പവർ ശ്രദ്ധിക്കണേ, അതിൻ്റെ പവർ ഓർഡറിനേക്കാളും ഒന്ന് കുറയ്ക്കുന്നതായിരിക്കും. വളരെ സിമ്പിൾ. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുവാണ്, എ എന്ന് പറഞ്ഞാൽ ഒരു 4/4 മെട്രിക്സ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ റിലേഷൻ എങ്ങനെ എഴുതൂടാ? ഡിറ്റർമിനൻ്റ് അഡ്ജോയിൻ്റ് എ ഈക്വൽ ടു എന്താണ്? വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം, ഡിറ്റർമിനൻ്റ് എ റൈസ് ടു ഈ 4ൽ നിന്ന് ഒന്ന് കുറച്ച് എഴുതണം. അതായത് ഡിറ്റർമിനൻ്റ് എ ക്യൂബ്. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഒന്ന് എഴുതിക്കേ. എ എന്ന് പറഞ്ഞാൽ ഒരു 3/3 മെട്രിക്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനൻ്റ് അഡ്ജോയിൻ്റ് എന്താണ്? ഡിറ്റർമിനൻ്റ് അഡ്ജോയിൻ്റ് എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ റൈസ് ടു എന്താടാ? 3ൽ നിന്ന് ഒന്ന് കുറയ്ക്കുക, 3 - 1. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ എന്ന് പറയുന്നത് 3 - 1 സ്ക്വയർ ആണ്. അപ്പോൾ ആൻസർ എന്ത് വരും? അതേ ബി ബി ബി. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരിക്കലും മറക്കരുതാത്ത റിലേഷൻ എന്താണ്? ഡിറ്റർമിനൻ്റ് അഡ്ജോയിൻ്റ് എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ റൈസ് ടു n - 1. സിമ്പിൾ.